നിവേദനം നൽകാനുണ്ടെന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വയോധികൻ. കോട്ടയം പള്ളിക്കത്തോട് പഞ്ചായത്തിൽ കലുങ്ക് സംവാദ പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് സംഭവം നടന്നത്. നിവേദനമുണ്ടെന്നും ഇത് കേൾക്കണമെന്നും പറഞ്ഞ് കാറിന് മുന്നിൽ നിന്ന് വയോധികൻ അപേക്ഷിച്ചു. കാറിന്റെ സൈഡ് ഗ്ലാസിന്റെ സമീപം എത്തിയെങ്കിലും തുറന്നില്ല. ഇതോടെ BJP പ്രവർത്തകർ ഇയാളെ പിടിച്ചുമാറ്റി. പള്ളിക്കത്തോട് സ്വദേശിയാണ് നിവേദനം നൽകാനെത്തിയ ആളെന്നും അദ്ദേഹത്തിന് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു. BJP പ്രവർത്തകർ വയോധികനെതിരെ തിരിഞ്ഞതോടെ ഇദ്ദേഹം കരഞ്ഞുകൊണ്ട് മാറുകയായിരുന്നു. മുതിർന്ന BJP നേതാക്കൾ എത്തിയാണ് വയോധികനെ ആശ്വസിപ്പിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് സുരേഷ് ഗോപി കലുങ്ക് സംവാദ പരിപാടി നടത്തുന്നത്. ജനങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കാനായി തുടങ്ങിയ സൗഹൃദ ചർച്ചകൾ വൻ വിവാദങ്ങളിലാണ് വന്നു കലാശിക്കുന്നത്. തൃശൂരിലെ പുള്ളിൽ വെച്ച് നടന്ന കലുങ്ക് സംവാദത്തിൽ നിവേദനം നൽകാനെത്തിയ കൊച്ചുവേലായുധൻ എന്ന വയോധികനെയും സുരേഷ് ഗോപി മടക്കിയിരുന്നു. ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോഴേക്കും അടുത്ത കലുങ്ക് വിവാദവും ഉയർന്നു. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായം തേടിയ വയോധികയെയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പരിഹസിച്ചത്. ചേച്ചി അധികം വർത്തമാനം പറയണ്ട, ED പിടിച്ചെടുത്ത പണം കിട്ടാൻ മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പരിഹാസം. ഇരിങ്ങാലക്കുടയിലെ പരിപാടിക്കിടെ ആനന്ദവല്ലി എന്ന വയോധികയെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പരിഹസിച്ചത്. രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ സ്വപ്നം കണ്ട് സുരേഷ് ഗോപി നടത്തുന്ന എല്ലാ ചർച്ചകളും അവസാനം വിവാദങ്ങളിലാണ് എത്തി നിൽക്കുന്നത്. സുരേഷ് ഗോപിയുടെ അതിരുവിട്ട പെരുമാറ്റങ്ങളിൽ BJP നേതൃത്വത്തിലും അതൃപ്തിയുണ്ട്.